ഭൂമിയിൽ അധർമ്മം വഴിമുട്ടുമ്പോൾ കാലം പുതിയ രൂപം തേടി മഹാവിഷ്ണുവിന്റെ ആ 10 മഹാവതാരങ്ങളിലൂടെയുള്ള ഒരു യാത്ര. ഇന്ന് നമ്മുടെ മുന്നിൽ തെളിയുന്നത് മഹാവിഷ്ണുവിന്റെ പരശുരാമ അവതാരം. തിന്മയുടെ അന്ത്യം കുറിക്കാൻ ആ ശക്തി എങ്ങനെ അവതരിച്ചുവെന്ന് നമുക്കൊന്ന് നോക്കാം. അധികാരം അന്തമാകുമ്പോൾ, ഭരണാധികാരികൾ അക്രമികളാകുമ്പോൾ നീതിയുടെ കോടാലിയുമായി ഭഗവാൻ അവതരിക്കുന്നു. ദശാവതാരങ്ങളിൽ ചിരഞ്ജീവിയായ അവതാരം ഭാർഗവരാമൻ എന്ന് വിളിക്കപ്പെടുന്ന പരശുരാമ അവതാരം. ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും പുത്രനായി ജനിച്ച രാമൻ കഠിനമായ തപസ്സിലൂടെ ശിവഭഗവാനിൽ നിന്ന് പരശു എന്ന കോടാലി വരമായി നേടി. അക്കാലത്ത് കാർത്തവീര്യാർജുനനെ പോലെയുള്ള ക്ഷത്രിയ രാജാക്കന്മാർ തങ്ങളുടെ കരുത്ത് ദുരുപയോഗം ചെയ്ത് ലോകത്തെ പീഡിപ്പിക്കുകയായിരുന്നു. തന്റെ പിതാവിനെ വധിച്ച അഹങ്കാരികളായ രാജാക്കന്മാർക്കെതിരെ അദ്ദേഹം ആയുധമെടുത്തു. 21 വട്ടം ഭൂമി ചുറ്റി സഞ്ചരിച്ച് അധർമ്മകാരികളായ ഭരണാധികാരികളെ അദ്ദേഹം നിഗ്രഹിച്ചു. ലോകത്തെ അനീതിയിൽ നിന്ന് മോചിപ്പിക്കാൻ ആ ജ്വലിക്കുന്ന കോടാലി തുണയായി. യുദ്ധത്തിന് ശേഷം ശാന്തി തേടിയ ഭാർഗവരാമൻ തന്റെ ആയുധം സമുദ്രത്തിലേക്ക് എറിഞ്ഞു. ഐതിഹ്യങ്ങൾ പ്രകാരം സമുദ്രം പിൻവാങ്ങുകയും കേരളമെന്ന പുണ്യഭൂമി രൂപപ്പെടുകയും ചെയ്തു. ബ്രാഹ്മണ്യത്തിന്റെ അറിവും ക്ഷത്രിയന്റെ കരുത്തും ഒരുപോലെ സമ്മേളിച്ച് അപൂർവ അവതാരമായിരുന്നു അദ്ദേഹം. അനീതിക്കെതിരെ പ്രതികരിക്കാനുള്ള ധൈര്യവും കർമ്മം പൂർത്തിയായ അത് ഉപേക്ഷിക്കാനുള്ള ത്യാഗവുമാണ് പരശുരാമൻ നമുക്ക് കാട്ടിത്തരുന്നത്. കേരളത്തിന്റെ സൃഷ്ടാവ് പരശുരാമ അവതാരം. അടുത്ത അവതാരം ഏതായിരിക്കും? ആ ശക്തിയുടെ രഹസ്യങ്ങൾ നാളെ നമുക്ക് കാണാം. അത് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.